ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരായ ദൈവജനത്തിന് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ പഠനത്തിൻ്റെ 21ാമത്തെ അവതരണത്തിലാണ്. പുതിയ നിയമത്തിലെ വളരെ ശക്തമായ ഈടുറ്റ ഒരു ലേഖനം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പുറജാതികളുടെ ലോകം, ലോകത്തിൽ യഹൂദന്മാരെന്ന് ദൈവം വിശേഷിപ്പിച്ച വേർതിരിച്ചൊരു ജനമുണ്ട്. അവരെ കൂടാതെ മറ്റുള്ളവരെയെല്ലാം ദൈവം പുറജാതികളെന്ന് വചനത്തിൽ പരിചയപ്പെടുത്തി. ആ പുറജാതികളുടെ ലോകം, നാം ഉൾപ്പെടുന്ന ആ വലിയ വിഭാഗം, ഇവരോടാണ് പൗലോസ് ആദ്യം സംസാരിച്ചത്. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ അധ്യായത്തിൻ്റെ അവസാനം വരെ പൗലോസ് വ്യക്തമായി അവരെ കാണിച്ചു. അവരോട് പറഞ്ഞു, ഒരുതരം കുറ്റാരോപണം കോടതി മുറിയിലെന്ന പോലെ നിങ്ങൾ കുറ്റക്കാർ. അവിടെ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുത്തു. പക്ഷെ മനുഷ്യൻ ഉടൻ തന്നെ ദൈവത്തെ മനുഷ്യൻ്റെ രൂപത്തിൽ മെനയുവാൻ തുടങ്ങി. മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കാൻ തുടങ്ങി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പതനം അതായിരുന്നു. ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ മൂഢത്തരമാക്കി മാറ്റി. ക്ഷയിക്കുന്ന നശിക്കുന്ന മൃഗങ്ങളുടെ ഇഴജന്തുക്കളെയും മനുഷ്യൻ്റെയും പക്ഷികളുടെ രൂപസാദൃശ്യമാക്കി മാറ്റി അവർ ദൈവത്തെ തരം താഴ്ത്തി. അതുകൊണ്ട് ചിന്താഗതികളുടെ തരം താഴലായിരുന്നു. വിവേകമില്ലാത്ത ഹൃദയത്തിൻ്റെ, ഇരുട്ട് ബാധിച്ച ഹൃദയത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു അവർ ദൈവത്തുള്ള സമീപനത്തിൽ പ്രകടമാക്കിയത്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല, നന്ദി കാണിച്ചില്ല. പൗലോസ് ഉപയോഗിച്ച വാക്ക് ദൈവ തേജസ്സിനെ അവർ ഈ തരത്തിൽ മനുഷ്യൻ, പക്ഷി, ഇഴജന്തി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഒരു കച്ചവടം നടത്തിയതുപോലെ എക്സ്ചേഞ്ച് ചെയ്തു. ദൈവത്തിൻ്റെ തേജസ്സിനെ, അക്ഷയനായ, മാറ്റമില്ലാത്ത, മാറാത്ത, നശിക്കാത്ത, നിത്യനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ വെറും നാൽക്കാലിയുടെയും ഇഴജന്തിയുടെയും മനുഷ്യൻ്റെ രൂപസാദൃശ്യത്തിൽ ക്ഷയിക്കുന്ന ഈ ജീവികളുടെ രൂപസാദൃശ്യത്തിലേക്ക് മാറ്റി. എന്നിട്ട് അവയുടെ മുമ്പാകെ കുമ്പിട്ട് കിടന്ന് നമസ്കരിക്കുന്നു. ഇപ്പം പൗലോസ് വളരെ പരസ്യമായി തന്നെ കുറ്റാരോപണം നടത്തുകയാണ്. ഇവരുടെ വിഗ്രഹാരാധന, ദൈവനിഷേധം, അത് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില അപകടങ്ങളുണ്ട്. നാം ഒരു പക്ഷേ ചിന്തിക്കുന്നത് 1-ാം നൂറ്റാണ്ടിലെ പ്രത്യേക കാലഘട്ടത്തിൽ മാത്രമുള്ളതാണ്. പൗലോസ് സംസാരിച്ച ആരോടാണോ സംസാരിച്ചത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലുമല്ല. വിഗ്രഹങ്ങളുണ്ടാക്കി സ്തംഭങ്ങളും രൂപങ്ങളും പടങ്ങളും മറ്റും വെച്ച് ആരാധിക്കുന്നത് ഇന്നും സർവ്വസാധാരണമാണ്. ഒരു രാജ്യത്തിൽ അല്പം കൂടുതലുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തിലും അല്പം കുറവായിരിക്കും. പക്ഷെ എല്ലായിടത്തും, ലോകത്തിൻ്റെ എല്ലായിടത്തും നിലനിൽക്കുന്നൊരവസ്ഥ തന്നെയാണിത്. മനുഷ്യർക്കാർക്കും സിദ്ധാന്തപരമായി, ആശയപരമായി ദൈവമെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവർക്ക് കാണണം, തൊടണം, ചുമക്കണം. ഒരു രൂപം അവർക്ക് ആവശ്യമായ നിലയിലാണ് മനുഷ്യൻ തരം താഴ്ന്നിരിക്കുന്നത്. ദൈവത്തെ സത്യസന്ധമായ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണമെങ്കിൽ ഉറച്ച വിശ്വാസം തന്നെ വേണം. അടിയുറച്ച വിശ്വാസം, വചനപ്രകാരമുള്ള ബലമുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രമേ ആത്മാവായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയും. യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ യോഹന്നാൻ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് എഴുതിയത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളു. ഒരു താക്കീതാണ്, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളു. അപ്പോൾ ഇതാണ് 1-ാമത്തെ അപകടം. ഇതൊരു റോമൻ സമൂഹത്തിൻ്റെ മാത്രം പ്രശ്നമായി പരിമിതപ്പെടുത്തരുത്. 2ാമത്തെ വിഷയം ചിന്തിക്കുമെന്നുള്ള ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദൈവത്തെ നിഷേധിക്കുന്ന ചിന്താഗതി, ദൈവത്തിന് പകരം വിഗ്രഹങ്ങളെയും സ്തൂപങ്ങളെയും സ്തംഭങ്ങളെയും പടങ്ങളെയും മറ്റും ആരാധിക്കുമ്പോൾ ഇത് മാത്രമായി ഒതുക്കരുത്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞ ഒരു രൂപമുണ്ടാക്കുക മാത്രമാണ്, ഒരു ചിത്രം വെച്ച് ആരാധിക്കുക മാത്രമാണ് ചിന്തിക്കരുത്. നാം എന്തിൽ ആശ്രയിക്കുന്നുവോ അത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്ന ക്രിസ്തു മത്തായി 6-ൽ പഠിപ്പിച്ചതുപോലെ മനുഷ്യർ എന്തിലാണോ ആശ്രയിക്കുന്നത്, എന്തിനാണോ മുൻസ്ഥാനം ജീവിതത്തിൽ കൊടുത്തിരിക്കുന്നത്, അതാണ് നിങ്ങളുടെയും എൻ്റെയും ദൈവം. ചിലർക്ക് സമ്പത്താകാം, കെട്ടിടമാകാം, വാഹനമാകാം, ബന്ധങ്ങളാകാം, മക്കളാകാം. അതാണ് നമ്മുടെ ദൈവം. നാം ഒരു പക്ഷേ മാർബിളിൽ കൊത്തിയുണ്ടാക്കിയ വലിയ രൂപത്തിന് മുമ്പിൽ കവിണ് വീണ് കിടക്കുന്നുണ്ടാകില്ല. മറ്റേതെങ്കിലും തടി കൊണ്ടോ മറ്റുമുണ്ടാക്കിയ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ കുമ്പിട്ട് ആരാധിക്കുന്നുണ്ടാകില്ല. പക്ഷെ മറ്റു പല രൂപങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകാം. മറ്റു പലതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ വെച്ചിരിക്കുന്നത്. ദൈവത്തിന് പകരം ദൈവത്തോട് മത്സരിക്കുന്ന വിധത്തിൽ മറ്റു പലതിനാണ് മുൻതൂക്കം.
ദൈവത്തിൻ്റെ കാര്യങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നില്ല. ചിലർക്ക് സ്വർണ്ണമാണ് അവരുടെ ദൈവം. സ്വർണ്ണക്കുട്ടി അവരെ ആരാധിക്കുന്നില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ സ്വർണം, പൊന്ന്, മുത്തുകൾ, പവിഴം, രക്തങ്ങൾ, ഇതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യം. ഈ വിധത്തിൽ പലതിനെയും മനുഷ്യർ ആരാധിക്കുന്നു. ഒരു ബാൽ വിഗ്രഹത്തെ, അസ്തേരത്ത് പ്രതിമയെ, കോമേഴ്സിൻ്റെ പ്രതിമയെ ഒന്നും ആരാധിക്കുന്നുണ്ടാകില്ല. അന്നത്തെ പശ്ചാത്തലത്തിൽ കൺമുമ്പിലൊരു വിഗ്രഹം, പൂജാമുറിയിൽ വിഗ്രഹങ്ങളില്ല. പക്ഷേ അവർക്ക് സമ്പത്ത് അവരുടെ ദൈവമാണ്. അവരുടെ സ്വന്തം കെട്ടിടം, വാഹനങ്ങൾ അവരുടെ ഏറ്റവും വലുതാണ്. ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ദുരഭിമാനം, അവരുടെ ഗർവം, പൊങ്ങച്ചം അല്ലെങ്കിൽ സ്വാർത്ഥത ദൈവത്തോടുള്ള ആരാധനയേക്കാൾ വലുതാണിത്. അവർക്കവരുടെ മാനവും പ്രസിദ്ധിയും നിലനിർത്തുവാൻ അവർ എന്തു ചെയ്യും? ഈ ജീവിതത്തിൽ പലതും നല്ലതാണ്, പക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ യോഗ്യമല്ല. വളരെ സാധാരണ നിലയിൽ അപ്പോൾ ഈ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിചരിക്കുമ്പോൾ സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു എന്ന് പൗലോസ് പറയുമ്പോൾ അത് ഏറ്റവും പൊതുവായി കാണപ്പെടുന്നത് മനുഷ്യൻ അവനവനെ തന്നെ ആരാധിക്കുകയാണ്, അവനവനെ തന്നെ ശുശ്രൂഷിക്കുകയാണ്. എന്ത് ചെയ്യുന്നതും എനിക്ക് വേണ്ടി, എനിക്കൊരു നേട്ടമുണ്ട്, എനിക്കൊരു ഉദ്ദേശമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് നേടുവാനുള്ള ഓട്ടക്കളത്തിൽ ഞാൻ എന്നെ തന്നെ ആരാധിക്കുകയാണ്, എൻ്റെ സ്വന്തം ആഗ്രഹങ്ങളുടെ ഫലപ്രാപ്തിക്ക് വേണ്ടി. ദൈവഹിതം എന്തെന്ന് തേടുന്നില്ല. ഞാൻ ഈ ചെയ്യുന്ന, ചിന്തിക്കുന്ന, വിചാരിക്കുന്ന, പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ദൈവഹിതം എന്താണ് എന്ന് തേടാൻ കഴിയും. എൻ്റെ ഇഷ്ടം, എനിക്ക് തോന്നിയത്, എൻ്റെ സമ്പത്ത്, എൻ്റെ ധനം, എനിക്ക് തോന്നിയതുപോലെ, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. ദൈവഹിതം എന്താണ് എന്ന് ചിന്തിക്കാൻ മെനക്കെടുന്നില്ല. അവർ അവരെ തന്നെ ആരാധിക്കുകയാണ്, അവരെ തന്നെ ഉയർത്തുകയാണ്, ദൈവത്തെ തരം താഴ്ത്തുകയാണ്. അവരുടെ മനോഭാവത്തിൽ ദൈവം ചെറുതും അവർ വലുതുമാണ്. ദൈവം ചെറുതാണ്. ഹെരോദാവിനെ കൃമിക്ക് ഇരയായി തീർന്ന മനുഷ്യനെ പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, തനിക്ക് തന്നെ മഹത്വം കൊടുത്തു, തനിക്ക് തന്നെ മഹത്വം കൊടുത്ത് ജനങ്ങൾ തന്നെ പുകഴ്ത്തുമ്പോൾ അത് സ്വീകരിച്ച് ആസ്വദിച്ചു ദൈവൻ കൃമിക്കിരയാക്കി. സാത്താൻ്റെ ആവിർഭാവം ഇതാണ്. തന്നെത്താൻ ദൈവത്തെക്കാൾ ഉയർത്തി ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കയറുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ മനുഷ്യവർഗം ദൈവത്തെ നിഷേധിക്കുന്ന ചിത്രം പൗലോസ് വ്യക്തമാക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നില്ല എന്ന് വ്യക്തമായി പറയുമ്പോൾ അവിടെ മാത്രം പൗലോസ് ഒതുക്കുന്നില്ല. 25-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം എഴുതി: ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഒരു കാര്യം കൂടെ പൗലോസ് കൂട്ടിച്ചേർത്തു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. എന്നിട്ട് പറഞ്ഞു പൗലോസ്, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തെ ഉപസംഹരിച്ച ആ വിധത്തിലാണ്. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. വാഴ്ത്തപ്പെട്ടവൻ. അതിൽ നിന്നാണ് യൂലജി അഥവാ പ്രശംസ, കീർത്തനം, കീർത്തി എന്ന വാക്ക് വന്നിരിക്കുന്നത്. നല്ല പദമെന്നർത്ഥമുള്ള, ആരാധനയ്ക്ക് യോഗ്യൻ എന്ന ആശയമുള്ള പദം. പുതിയ നിയമത്തിൽ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വെളിപാട് പുസ്തകത്തിലെ 4-5 അധ്യായങ്ങൾ വ്യക്തമായി നമുക്കതൊക്കെ വരച്ച് കാണിച്ചു തരുന്നു. ദൈവം മാത്രമാണ് യോഗ്യൻ, ദൈവം മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. പൗലോസ് പറഞ്ഞതുപോലെ അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഉപസംഹാരത്തിലുള്ള എത്തുമ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 പാഠങ്ങൾ. പൗലോസ് ഈ ശക്തമായുള്ള ഈ കുറ്റാരോപണം തുടരുകയാണ് പുറജാതികളുടെ ലോകത്തോട്. പക്ഷേ ഈ പാഠത്തിൽ നമ്മൾ കണ്ടു പൗലോസ് എന്താണോ പുറജാതി ലോകത്തെക്കുറിച്ച് ആരോപണം നടത്തിയത് അതിനെ സ്ഥിരീകരിച്ചു, ദൃഢീകരിച്ചു, ഉറപ്പിച്ചു. താൻ വെറുതെ പറഞ്ഞതല്ല, വ്യക്തമായി തെളിവുകൾ നിരത്തി. നിങ്ങൾ ദൈവം നൽകിയ സത്യത്തെ തടുത്തു നിർത്തിയത്, മനഃപൂർവ്വമായ അജ്ഞതയെക്കുറിച്ച്, ദൈവത്തെ ധിക്കാരപരമായി അവഹേളിച്ചതേക്കുറിച്ച്, അപമാനകരമായ വിഗ്രഹാരാധനയെക്കുറിച്ച്, ഇതൊക്കെ തെളിവുകൾ നിരത്തി ഇതിൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ വരുന്നതിൽ ന്യായമുണ്ടെന്ന് കാണിച്ചു. ചിന്തിക്കുക, ഒരു വലിയ തിരക്കുള്ള ഒരു തെരുവ്, ഒരു വലിയ ജംഗ്ഷൻ, അവിടെ ഒരു മനുഷ്യൻ വല്ല കടുപ്പമുള്ള മുഖവുമായി ഒരു രൂക്ഷമായ മുഖഭാവത്തോടെ നിന്നുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന തിരക്കേറിയ കാൽനടക്കാർ നിരന്തരമായി കടന്നു പോകുന്ന തെരുവിൽ നിന്നുകൊണ്ട് എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയുകയാണ്: കുറ്റക്കാരൻ, കുറ്റക്കാരൻ, അപരാധി, അപരാധി. ചില മനുഷ്യർ അവനെ ഒന്ന് മുഖത്തേക്ക് തുറച്ചു നോക്കുന്നു, ഇതിനുള്ള മുഖവും താഴ്ത്തിന്ന് കടന്നു പോകുന്നു. ചിലർ പരസ്പരം ചിന്തിക്കുന്നു, ആത്മകഥ ചെയ്യുന്നു. ഇയാൾക്കെങ്ങനെ അറിയാം? നിങ്ങളും ഞാനും ഒരുപക്ഷെ ഇപ്രകാരം കടുത്ത മുഖമുള്ള നിർദ്ധേയമായി സംസാരിക്കുന്ന ഒരു മനുഷ്യരെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മുഖം
ആ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നൊരു കുറ്റാരോപണം നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ നാം പഠിച്ച ഈ പാഠങ്ങൾ സത്യസന്ധമായി നാം പരിശോധിച്ചാൽ, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വേദഭാഗത്തിലെ വിഷയങ്ങൾ നാം ആത്മാർത്ഥമായി പരിശോധിച്ചാൽ നമുക്കും പറയാൻ കഴിയില്ലേ നാം കുറ്റക്കാരാണെന്ന്? നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ നാം കുറ്റക്കാരാണെന്ന്? നാം എപ്പോഴും ദൈവത്തിൻ്റെ വചനം സത്യമനുസരിച്ചവരാണോ? ദൈവം നമുക്ക് സത്യം നൽകി തന്നപ്പോൾ നാം തടുത്ത സന്ദർഭങ്ങളില്ലേ? മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ മാറ്റിവെച്ചില്ലേ? ദൈവത്തെ നമ്മുടെ ചിന്തകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും ജീവിതത്തിൽ നിന്നും പുറത്താക്കിയ സന്ദർഭങ്ങൾ എത്ര? കാരണം ദൈവത്തിന് നമ്മൾ സമയം കൊടുത്തില്ല, ദൈവകാര്യങ്ങൾ ചിന്തിച്ചില്ല, ദൈവഹിതം എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചില്ല. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനേക്കാൾ നമ്മെ തന്നെ സേവിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? നാം കുറ്റക്കാർ തന്നെയല്ലേ? 1900 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ റോമൻ സമൂഹത്തോട് പറഞ്ഞ ഇതേ സത്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്ക്, അനീതിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ആ സത്യത്തിന് മാറ്റമില്ല. അത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല. ഇന്നും സത്യത്തെ തടുക്കുന്നവർക്കെതിരെ ഇതിൻ്റെ ക്രോധം വെളിപ്പെടുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം. അവിടെ എബ്രായ ലേഖൻ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നമ്മുടെ സൃഷ്ടാവിൻ്റെ കൈകളിൽ വീഴുക അത് ഭയങ്കരമായ അവസ്ഥയാണ്. അപ്പോൾ നാം നമ്മുടെ ആവശ്യം, ദൈവകൃപയുടെ ആവശ്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തിരിച്ചു മടങ്ങി ദൈവത്തിലേക്ക് കടന്നു വരിക. സ്നേഹത്തോടെ, ആശ്രയത്തോടെ, അനുസരിക്കുന്ന വിശ്വാസത്തോടെ, പെന്തക്കോസ്ത് നാളിലെ മനുഷ്യരെ പോലെ സുവിശേഷം കേട്ടു, ചെയ്ത തെറ്റുകളെന്ത് തിരിച്ചറിഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽറ്റു, പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ടു, നിൻ്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന വലിയ ആഹ്വാനം കേൾക്കുക. സ്നാനപ്പെട്ടവരെ സംബന്ധിച്ച് ഇത് വാസ്തവമാണ്. തിരിച്ചു വരേണ്ട അവസ്ഥകളുണ്ടാകാം, തിരിച്ചു വരിക. ഇപ്പോൾ പൗലോസ് വ്യക്തമായി വിഗ്രഹാരാധനയെ കുടുങ്ങിക്കിടക്കുന്ന പുറജാതി ലോകത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുമ്പോൾ പൗലോസ് ഒരു കാര്യം വ്യക്തമായി അവസാനം പറയും. തുടർന്നുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ എന്താണോ തിരഞ്ഞെടുത്തത്, ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ജീവിതമാണോ തിരഞ്ഞെടുത്തത്, ദൈവം നിങ്ങളെ കൈവിടും. ദൈവത്തിൻ്റെ ആഹ്വാനം വിളി, ദൈവം നീട്ടിയ ഭുജം കാണാതെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ മുന്നോട്ട് പോയാൽ, പൗലോസ് പറഞ്ഞു, ദൈവാത്മാവ് പൗലോസിലൂടെ പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ കൈവിടും. പിന്നെ നിങ്ങൾ വിളിച്ച ഞാൻ കേൾക്കില്ല, നിങ്ങളുടെ ആപത്തിൽ എന്നെ സഹായിക്കാൻ കിട്ടില്ല, ഞാൻ മുഖം തിരിഞ്ഞു കളയും. അതാണ് 24, 26, 28 വാക്യങ്ങൾ. ഇനി നമ്മുടെ പഠനം ആ വിഷയത്തെക്കുറിച്ചായിരിക്കും. ദൈവം കൈവിട്ട 3 വാക്യങ്ങളൊന്ന് വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അതുകൊണ്ട് ദൈവം അവരെ, അതുകൊണ്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം ബന്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം കൈവിട്ടു. ഇംഗ്ലീഷിൽ ഗോഡ് ഹാൻഡഡ് ദം ഓവർ, ഗെയ്വ് ദം ഓവർ. ദൈവം കൈവിട്ടു. അവരെന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് ദൈവം അവരെ ഉപേക്ഷിച്ചു. 26-ാം വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഇവിടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. 28, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ടവൃത്തിയിൽ ഏൽപ്പിച്ചു. 3 കാണുന്ന പൊതുവായ വാക്ക് ദൈവം ഏൽപ്പിച്ചു, ദൈവം ഏൽപ്പിച്ചു, ദൈവം ഏൽപ്പിച്ചു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് പറയും, എൻ്റെ അടുക്കൽ ഒരു നല്ല വാർത്തയുമുണ്ട്, മോശമായ ദുഃഖകരമായ വാർത്തയുമുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ആദ്യം കേൾക്കേണ്ടത്? പൗലോസിൻ്റെ സന്തോഷ വാർത്തയുണ്ട്, സദ്വാർത്തയുണ്ട്. അതോടൊപ്പം ഈ കേൾവിക്കാർക്ക് വേദനയുണ്ടാക്കുന്ന സങ്കടകരമായ വാർത്തയുമുണ്ട്. സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. പുറജാതി ലോകത്തിന് സന്തോഷകരമായ ഏറ്റവും വലിയ വാർത്തയാണ്, സുവാർത്തയാണ്. ദൈവകൃപയാൽ നിങ്ങളുടെ അവസ്ഥകളെല്ലാം ക്ഷമിക്കുന്ന അറിയുന്ന ദൈവം തൻ്റെ കൃപയാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കാൻ കഴിയും. പക്ഷേ പൗലോസ് ആദ്യം കൊടുത്തത് സങ്കടകരമായ വാർത്തയാണ്, ദുഃഖവാർത്തയാണ്. പൗലോസ് പറയുന്നത് എന്താണ്? ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ പുറന്തള്ളിയാൽ നിങ്ങളുടെ പാപത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് നിബന്ധിച്ചു കൊണ്ടിരിക്കും. വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രത്യാശയും നിങ്ങളിലുണ്ടാകില്ല. കരകയറുവാനുള്ള ഒരു പ്രതീക്ഷയും നിങ്ങളുണ്ടാകില്ല ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ. ഇത് വളരെ പ്രധാനപ്പെട്ട സത്യമാണ്.
ഏകദേശം രണ്ട് അധ്യായം മുഴുവൻ പൗലോസ് ഇത് പറയാൻ ഉപയോഗിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായം 20 വരെ. എന്തുകൊണ്ട് പൗലോസ് വളരെ വേഗത്തിൽ പറഞ്ഞില്ല? നിങ്ങൾ പാപികളാണെന്ന് പറഞ്ഞാൽ പോരെ? എന്നിട്ട് അവർക്ക് ആ സദ്വാർത്ത, നല്ല വാർത്ത അറിയിച്ചാൽ പോരെ? എന്തുകൊണ്ട് വിശദമായ വിവരണം? കാരണം അനേകം മനുഷ്യർ, നിങ്ങളും ഞാനും ഉൾപ്പെടെ, നമ്മൾ പാപം ചെയ്യുന്നവരാണെന്നും പാപികളാണെന്നും തിരിച്ചറിയാറില്ല. നാം പാപികളാണെന്നുള്ള ബോധം മനുഷ്യർക്കില്ല, നമ്മൾക്കുമില്ല, പാപത്തിൽ കിടക്കുന്ന ആർക്കുമില്ല. അനേകരുടെ ധാരണ ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. നമ്മുടെ വസ്ത്രത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നന്നായി വേഷം ധരിച്ചു കഴിഞ്ഞാൽ ഐ ആം എ വെരി ഗുഡ് പേഴ്സൺ, ഐ എം എ ഡീസൻറ്റ് ഫെലോ, നല്ല മനുഷ്യനാണ്. ചിലർ നമ്മളെ പുറത്ത് തട്ടി അഭിനന്ദിക്കും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ തീർത്ത ആ കണ്ണാടിക്കൂട്ടിൽ കൂടുതൽ ഉയരത്തിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പൂർണ്ണനല്ല, പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ആരുടെയും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടില്ല, ഒരിടത്തും മോഷണം നടത്തിയിട്ടില്ല, ഞാൻ എൻ്റെ പങ്കാളിയെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല, കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ സത്യസന്ധനാണ്, കഠിനാധ്വാനം ചെയ്യുന്നവനാണ്, നല്ലൊരു അയൽക്കാരനാണ്, കുടുംബം നന്നായി പോറ്റുന്നവനാണ്, എൻ്റെ മാതാവിനെയും അപ്പനെയും ഒക്കെ നന്നായി സ്നേഹിക്കുന്നവനാണ്. ഒരു മനുഷ്യരും അവർ ചെയ്തു കൂട്ടുന്ന മഹാപാപം, അതിൻ്റെ ആഴം, അതിൻ്റെ ദുഷ്ടത സത്യസന്ധമായി തിരിച്ചറിയാറില്ല. ഇതുകൊണ്ട് അവർ പറയുന്നത്, ദൈവമുള്ള ബന്ധത്തിൽ ദൈവത്തിന് എന്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ പാടില്ല? ഞാൻ അങ്ങനെ നല്ലൊരു ജീവിതമാണല്ലോ, ഞാൻ ബാല്യം മുതലേ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ദൈവത്തോട് നല്ല ബന്ധത്തിലാണ്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുണ്ട്. ആരും തിരിച്ചറിയുന്നില്ല. ഇതെല്ലാം ഈ നിരത്തിയതെല്ലാം ഇവിടെ സ്വന്തം മാനദണ്ഡമാണ്, സ്വന്തം നിലവാരങ്ങളാണ്. ഇതൊന്നും ദൈവത്തിൻ്റെ നിലവാരമല്ല, ദൈവത്തിൻ്റെ നിലവാരത്തിൽ ചേരുന്നതല്ല ഇവരുടെ നിലവാരം. സ്വന്തം സ്കെയിൽ കൊണ്ട്, അളവുകോൽ കൊണ്ട് അവരെ തന്നെ അളന്നിട്ട് അവർ പ്രശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവുകോൽ വേറെയാണ്, ദൈവത്തിൻ്റെ തൂക്കുകട്ട, ദൈവത്തിൻ്റെ അളവുകോൽ തുലാസ് വേറെയാണ്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ തലവേദന നിമിത്തമാണ് ഡോക്ടറെ കാണാൻ പോയത്, മൈഗ്രെയിൻ നിമിത്തം. ഒരു ചെറിയൊരു ഗുളിക, 1-2 ഗുളിക നമുക്ക് തരുമെന്ന പ്രതീക്ഷയിലാണ് പോയത്. ഡോക്ടർ നമ്മളെ പരിശോധിച്ച് ഉടൻ പറഞ്ഞു, ഒരു വലിയ ശസ്ത്രക്രിയ നിങ്ങൾക്ക് ആവശ്യമാണ്, ഒരു വലിയൊരു സർജറി നിങ്ങൾക്ക് ആവശ്യമാണ്, ഉടൻ തന്നെ അത് ചെയ്യണം. നമ്മളത് കേൾക്കുമ്പോൾ ഷോക്കാകാം, ബോധം പോകാം. ആ ബോധത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ, ബോധം തിരിച്ച് കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കും, ഡോക്ടർ എന്തുകൊണ്ട് ഉടൻ തന്നെ ഈ ശസ്ത്രക്രിയ ആവശ്യമാണ്? പൗലോസ് അതേപോലെയാണ്. താൻ ആരോടാണോ സംസാരിക്കുന്നത് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ആത്മീകമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ്. നിങ്ങൾ ആത്മീക രോഗത്തിൻ്റെ പടുകുഴിയിലാണ്. ആ രോഗം വളരെ വ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ കുളിച്ചതുകൊണ്ടോ, നല്ല വേഷം ധരിച്ചതുകൊണ്ടോ, നല്ല ചിന്തകൾ മാത്രം ചിന്തിച്ച് ഒരു മലവുളിയിൽ പോയി ഇരുന്നത് കൊണ്ടോ, പുണ്യപ്രവൃത്തികൾ, കർമ്മപ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണം. വളരെ ശക്തമായൊരു ഉറച്ച ഒരു തീരുമാനമെടുത്ത് നിങ്ങളതിന് വിധേയപ്പെടണം. അതായത് ക്രിസ്തുവേശുവിലൂടെ നൽകിത്തന്ന കൃപ സ്വന്തമാക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നശിക്കും. പൗലോസ് ചെയ്യാൻ പോകുന്ന അതാണ്. ഈ പ്രജാതികൾ ലോകത്തോട് പാപത്തിൻ്റെ ഭയാനകമായ ചിത്രം, ഭവിഷ്യത്ത്, മാരകമായ അതിൻ്റെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയാണ്. 18-25 വാക്യം നമ്മൾ കണ്ടു. താൻ അവരെ കുറ്റക്കാരെന്ന് പറയുകയും അത് തെളിയിക്കുകയും ചെയ്തു. ഇനി ഈ പറഞ്ഞ കാര്യത്തെ അല്പം കൂടി ദൃഢീകരിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് 24 മുതൽ 28 വരെ പൗലോസ് ആ ഭയാനകമായ ദുരന്തം അവതരിപ്പിക്കാൻ പോവുകയാണ്. ദൈവം തള്ളിക്കളയുന്ന അവസ്ഥ. ദൈവം മനുഷ്യരെ തള്ളിക്കളയും, സംശയമില്ല. ദൈവം പറയുന്നത് കേൾക്കാൻ നിരന്തരമായി വിസമ്മതിച്ചാൽ, മുഖം തിരിച്ച് നടന്നാൽ, ഹൃദയം കഠിനപ്പെടുത്തി ചിന്തകളിലും വിചാരത്തിലും ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ, ദൈവം ഈ മനുഷ്യരെയും തള്ളിക്കളയും. ദൈവവചനത്തിലുള്ള സത്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ അവസ്ഥ നമ്മൾ ആർക്കും വരാതിരിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ സത്യം, നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവവചനമെന്ന സത്യം, അത് ചിന്തിക്കുക, ധ്യാനിക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുക. ദൈവം കൃപ ചെയ്ത് സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.